രേഖാചിത്രം. യെസ്, രേഖയുടെ ചിത്രം. നമ്മൾ ഒരുപാട് സിനിമകൾ കാണും. ചില സിനിമകൾ നമുക്ക് നല്ല ഇഷ്ടപ്പെടും, ചില സിനിമകൾ നമ്മളെ ഹോണ്ട് ചെയ്യും, ചില സിനിമകൾ നമുക്ക് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തരും. അങ്ങനെ വല്ലാതെ ഹോണ്ട് ചെയ്ത് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സിനിമയാണ് രേഖാചിത്രം. യെസ്, വാട്ട് എ മൂവി. എന്താ സ്ക്രിപ്റ്റ്, ഒരു വെൽ റിട്ടൺ സ്ക്രിപ്റ്റാണ് ഈ സിനിമയുടെ ബാക്ക് ബോൺ. യെസ്, ആ വെൽ റിട്ടൺ സ്ക്രിപ്റ്റിനെ നല്ല രീതിയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് ജോഫിൻ ടി ചാക്കോ എന്ന ഡയറക്ടർ. യെസ്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ജോൺ മന്ത്രിക്കലും രാമു സുനിലും ചേർന്നിട്ടാണ്. ജോഫിൻ ടി ചാക്കോ എന്ന് പറയുന്ന ഡയറക്ടറുടെ ആ ഒരു പൊട്ടൻഷ്യൽ, ആ ഒരു കാലിബർ, ആ ഒരു വിഷൻ ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഡയറക്ടറാണ്. ഗംഭീര ക്രാഫ്റ്റാണ് ഈ സിനിമ, ഗംഭീര സിനിമ. വാട്ട് എ മൂവി. സിനിമയുടെ DOP സിനിമാറ്റോഗ്രാഫി അപ്പു പ്രഭാകറാണ്. ലെവൽ ക്രോസ് ഒക്കെ ആളാണ് ചെയ്തിരിക്കുന്നത്. ആൾ ഇതിനു മുമ്പ് കുറേ നല്ല മൂവീസൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സോങ്സ് ഒക്കെ കമ്പോസ് ചെയ്തിരിക്കുന്നത് മുജീബ് മജീദാണ്. പിന്നെ എഡിറ്റഡ് ബൈ ഷമീർ മുഹമ്മദ്. പിന്നെ പ്രൊഡ്യൂസർ ബൈ വേണു കുന്നപ്പള്ളി ആൻഡ് ആൻഡോ ജോസഫ്. യെസ്. ഇനി സ്റ്റാർ കാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ആസിഫ് അലി. യെസ്, ഒരു ആരാധകൻ എന്നുള്ള രീതിയിൽ, ഒരു വെൽവിഷർ എന്നുള്ള രീതിയിൽ ആസിഫ് അലിയുടെ ഇപ്പോഴത്തെ ആ ഒരു ഗ്രോത്ത്, ആസിഫ് അലിയുടെ ഇപ്പോഴത്തെ ആ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ, അദ്ദേഹത്തിൻ്റെ മൂവീസിന് കിട്ടുന്ന ആക്സെപ്റ്റൻസ്, ഈ മൂവി ഉൾപ്പെടെയുള്ള മൂവീസിന് കിട്ടുന്ന ആക്സെപ്റ്റൻസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ്. എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടറാണ് ആസിഫ് അലി. അത്രയും കാലിബറും അത്രയും പൊട്ടൻഷ്യലുള്ള ആക്ടറാണ്. അപ്പോൾ ഈ ഒരു മൂവിക്ക് ഡിസേർവ് ചെയ്യുന്ന ഒരു ആക്സെപ്റ്റൻസ് ആണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല റിപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ആസിഫ് അലി ശരിക്കും ഡിസേർവ് ചെയ്യുന്നതാണ്. ആസിഫ് അലി ഇതിനു മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ്, പോലീസ് ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടതാണ്. തലവരിലും കൂമലിലൊക്കെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പക്ഷെ അതുപോലെയുള്ള ക്യാരക്ടർ ഒന്നുമല്ല ഇത്. ഈ ഒരു പോലീസ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരുപാട് ഹെൽപ്ലെസ്നെസ്സും ഒരുപാട് അൺസർട്ടൈനിറ്റീസും ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഇതിലെ വിവേക് ഗോപിനാഥ് എന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. വളരെ നല്ല രീതിയിൽ ആസിഫ് അലി ഈ ഒരു ക്യാരക്ടറിനെ ചെയ്തു വെച്ചിട്ടുണ്ട്. കറക്റ്റ് മീറ്ററിലാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. യെസ്. പിന്നെ ഈ പടത്തിൻ്റെ ന്യൂക്ലിയസ് അനശ്വര രാജൻ. യെസ്, ഈ ഒരു അനശ്വര രാജന്റെ രേഖ എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് ഈ ഒരു സിനിമ ഇല്ല, നമുക്കറിയാം. വളരെ ഗംഭീരമായിട്ട് അനശ്വര രാജ ഈ ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്, പെർഫോം ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആ ക്യാരക്ടറിനോട് ഒരു ഇഷ്ടം, ഒരു സോഫ്റ്റ് കോർണർ, നമുക്കൊരു സിമ്പതിയൊക്കെ തോന്നുന്ന രീതിയിൽ നല്ല രീതിയിൽ അനശ്വര രാജൻ ഈ ക്യാരക്ടർ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രീംലി ടാലൻറ്റഡ് ആണ് അനശ്വര രാജൻ, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. യെസ്. ഇനി മറ്റ് സ്റ്റാർസിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സിദ്ദിഖ്, സായ് കുമാർ, പിന്നെ ജഗദീഷ് ഇതിൽ ജഗദീഷായിട്ട് തന്നെയാണ് എത്തുന്നത്. അതുപോലെ ഇന്ദ്രൻസ്, പിന്നെ TG രവി, അതുപോലെ അങ്ങനെ ഒരുപാട് സ്റ്റാർസ് ഈ മൂവിയിലുണ്ട്. മേഘ തോമസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റാർസ് ഈ ഒരു മൂവിയിലുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അവരവരുടെ ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. യെസ്, നല്ല ഒരു പെർഫോമൻസ് ബേസിസിൽ നോക്കുകയാണെങ്കിലും ഈ മൂവി ഗംഭീരമാണ്. പിന്നെ ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ മനോജ് കെ ജയൻ്റെ കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. മനോജ് കെ ജയൻ ഭയങ്കര ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. വളരെ ഇൻറ്റഗ്രൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ മൂവിയിൽ ചെയ്യുന്നത്. ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറാണ്. ആള് ഒരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുള്ളത്. അധികം ഡയലോഗ്സ് ഒന്നുമില്ല, അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഗംഭീരമായിട്ട് മനോജ് കെ ജയൻ ഈ ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, യെസ്, ഇതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ സമയത്ത് എല്ലാവരും നമ്മൾ ആസിഫ് ഖാൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൽ മമ്മൂക്ക ഉണ്ടോ, നമ്മുടെ മെഗാസ്റ്റാർ നമ്മുടെ മമ്മൂട്ടി ഈ സിനിമയിലുണ്ടോ എന്ന്. മമ്മൂട്ടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, മമ്മൂട്ടി ഉണ്ട്. 1985 മമ്മൂട്ടിയെ നമുക്ക് ഈ മൂവിയിൽ കാണാൻ പറ്റും. അതാണ് മമ്മൂക്ക ഉണ്ട് ഈ സിനിമയിൽ. പക്ഷേ ഇപ്പോഴത്തെ മമ്മൂക്കയല്ല, 1985 കാതോടത്തിലെ മമ്മൂക്കാനെ നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റും. അതാണ് ഒരു സർപ്രൈസിങ് ഫാക്ടർ, വേറൊരു സർപ്രൈസിങ് എലമെന്റ് ഈ സിനിമയിൽ അതാണ്. യെസ്. ഇനി സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ സിദ്ദിഖാൻ്റെ ക്യാരക്ടർ, ആള് ഒരു കൺഫെഷൻ നടത്തുകയാണ്. ഒരു ഫേസ്ബുക്ക് ലൈവ് പോയിട്ട് ഒരു കൺഫെഷൻ നടത്തുകയാണ്. ആ ഒരു കൺഫെഷനിൽ അതിനെ ചുറ്റിപ്പറ്റി, അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. യെസ്, എന്താണ് കൺഫെസ് ചെയ്യുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കണ്ട് അറിയണം. യെസ്, ഒരു സത്യം ആള് റിവീൽ ചെയ്യുകയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ് നമ്മുടെ ആസിഫ് അലീൻ്റെ ക്യാരക്ടർ. യെസ്, അങ്ങനെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ അവസാനമല്ല,
കുറച്ച് കഴിയുമ്പോൾ കാതോട് കാതോര കാലഘട്ടത്തിലേക്ക് പോവാണ്. 1985 ഭരതൻ സാറിൻ്റെ കാതോട് കാതോര എന്ന് പറയുന്ന സിനിമ അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവാണ്. മീൻസ് നമ്മളെ കൊണ്ട് ചെല്ലുകയാണ്. ഭരതനായിട്ടൊക്കെ ആളായിട്ട് ഈ ഭരതൻ സാറായിട്ട് ഈ ഒരു സിനിമയിൽ ഒരു ആക്ടർ അഭിനയിച്ചിട്ടുണ്ട്. ആളുടെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല കാലിബറുള്ള നടനാണെന്ന് മനസ്സിലായി. ആ ഒരു മാനറിസും എക്സ്പ്രഷനും ഒക്കെ കറക്റ്റ് ആൾ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കമൽ, നമുക്ക് എല്ലാവർക്കും അറിയാം ഡയറക്ടർ കമലിൻ്റെ ചെറുപ്പമായിട്ടും കമലിൻ്റെ മകനാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ആ ഒരു കാതോട് കാതോരത്തിൻ്റെ സെറ്റിലേക്ക് നമ്മൾ ഈ സിനിമയിൽ അങ്ങനെ പോവുകയാണ്. ഈ സിനിമ കാണുമ്പോൾ ആ ഒരു സെറ്റിൽ നടക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന രേഖയ്ക്ക് സംഭവിക്കുന്ന ചില സംഭവങ്ങളാണ് ഈ സിനിമയുടെ ഒരു കഥ, ഒരു ഇതിവൃത്തം എന്ന് വേണമെങ്കിൽ പറയാം. യെസ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ, കുറേ മിസ്റ്ററീസ് റിവീലായി പോകുന്നു, പുതിയ ഓരോ മിസ്റ്ററീസ് ഒരു സത്യങ്ങൾ കണ്ടെത്തുന്നു, അതൊക്കെയാണ്. യെസ്, ഓ വാട്ട് എ മൂവി, ഗംഭീര സിനിമ. അപ്പോൾ അങ്ങനെ ആസിഫ് അലിക്ക് മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ കൂടി കിട്ടിയിരിക്കുകയാണ്. ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ എല്ലാവരും കാണണം കേട്ടോ, കാരണം ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഈ സിനിമ നിങ്ങളെ വല്ലാതെ ഹോണ്ട് ചെയ്യും, നല്ല രീതിയിൽ ഹോണ്ട് ചെയ്യും, കാരണം അത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. യെസ്, ഡു വാച്ച് ദ മൂവി ഫ്രം തിയേറ്റേഴ്സ്. ഓക്കെ, ഗംഭീര സിനിമ. പിന്നെ ഈ സിനിമയുടെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ഇൻ്റർവൽ പഞ്ച് ഇല്ല എന്നുള്ളതാണ്. യെസ്, ഒരു ഇൻ്റർവൽ പഞ്ച് എന്ന് പറയുന്ന ഒരു ഫാക്ടറി ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതൊരു സർപ്രൈസിങ് എലമെൻ്റായി, അതൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമായി. യെസ്, അങ്ങനെ ഒരുപാട് സർപ്രൈസിങ് എലമെൻറ്റ്സ് ഉള്ള നല്ലൊരു മൂവിയാണ് രേഖാചിത്രം. യെസ്.